ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ജിന്നിൻ്റെ 16-ാം ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജിന്നുകളുടെ അവരുടെ വിഭാഗത്തിലേക്ക് ചെന്ന് അതുവരെ അവർ കരുതിയിരുന്ന വിശ്വാസങ്ങളെയും തെറ്റിദ്ധാരണകളെയും തിരുത്തുന്ന ഒരു സംഭാഷണം തുടരുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ കൂടി. തങ്ങൾക്കിടയിലെ മുസ്ലിങ്ങളെക്കുറിച്ചും വഴിതെറ്റിപ്പോയവരെക്കുറിച്ചും അവർ സമ്മതിക്കുകയാണ് മുകളിൽ പറഞ്ഞ ആയത്തുകളിലുള്ളത്. അതുപോലെ തിന്മ ചെയ്ത വഴിതെറ്റിപ്പോയവർക്ക് അവർ നരകത്തിലെ തീയായി മാറും, നരകത്തിലെ വിറകായി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി പറയുന്നുണ്ട്. 15-ാമത്തെ ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. 16-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅൻ ലൗ ഇസ്തഖാമു അല ത്വരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ആയത്ത് മുതൽ മുമ്പ് ജിന്നുകൾ തമ്മിലുള്ള ജിന്നുകൾ അവരുടെ വിഭാഗത്തിലേക്ക് വിഭാഗവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഈ ആയത്തിന് മുമ്പ് 15-ാം ആയത്തോടുകൂടി തീരുകയാണ്. ഈ ആയത്ത് മുതൽ ഖുറൈശി അറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധകരെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആയത്തുകളാണ് ഇവിടെ മുതലുള്ള ആയത്തുകൾ. ഈ വിഷയവും, അതായത് അവരുടെ തെറ്റിദ്ധാരണകളെയും അബദ്ധജടിലമായ വിശ്വാസങ്ങളെയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ജിന്നുകൾ തിരുത്തുന്ന ആ സന്ദർഭത്തെ, ആ ഒരു പശ്ചാത്തലവും ഇനി വരുന്ന ആയത്തുകളുമായി ബന്ധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത്, പ്രവാചകരെ താങ്കൾ എന്ത് ചെയ്യുക, താങ്കളുടെ ഇവരോട് പറഞ്ഞു കൊടുക്കുക, അല്ലവിസ്തഖാമു അല ത്വരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലവിസ്തഖാമു അല ത്വരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് നാം ധാരാളം മഴ നൽകുന്നതാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ ഒരു പൊതുവായ അർത്ഥം. അസ്ക എന്ന് വെച്ചാൽ കുടിപ്പിച്ചു എന്നാണ് സാധാരണ പറയുന്നത്. അതുപോലെ ഗദഖ എന്ന പദത്തിനർത്ഥം ധാരാളം എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല ത്വരീഖത്ത് എന്നത് കൊണ്ട് ഇമാം തൊബരി അതിനെ വിശദീകരിക്കുന്നത് ത്വരീഖത്തുൽ ഹഖ്, ഇസ്തിഖാമത്ത് എന്നുള്ള പദം വെച്ചിട്ടാണ്. ത്വരീഖത്തുൽ ഹഖ് വൽ ഇസ്തിഖാമ, ഇസ്തിഖാമയുടെയും ഹക്കിൻ്റെയും ത്വരീഖത്ത്, വഴി, മാർഗം, സത്യപാത എന്ന അർത്ഥത്തിലാണ് ഇമാം തൊബരി ഈ ആയത്തിനെ വിശദീകരിക്കുന്നത്. ആ ഒരു മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, ഇസ്തിഖാമത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ, അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഖൈനാഹും മാഅൻ ഗദഖ, അവർക്ക് ധാരാളം മഴ നൽകും, വെള്ളം നൽകും എന്നുള്ളതാണ് ഭാഷാർത്ഥമെങ്കിലും ഇവിടെ സാധാരണ ഖുർആൻ്റെ ഒരു പ്രയോഗ രീതികളിൽ മഴ, പ്രത്യേകിച്ച് അറബ് സമൂഹത്തെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ മഴ അവരുടെ അനുഗ്രഹങ്ങളുടെ ഒരു ഉപമയായി ചിത്രീകരിക്കാറുണ്ട്. പൊതുവേ നമുക്കിടയിലും അനുഗ്രഹങ്ങളുടെ മഴവർഷം ചെയ്യുക എന്ന രീതിയിലേക്ക് നമുക്കിടയിൽ ഉപമാലങ്കാരമായി ഉപയോഗിക്കാറുണ്ട്. ഇതിന് മുമ്പത്തെ സൂറത്ത് നൂഹിൽ പോലും ഇതുപോലെ തന്നെ അവർക്ക് ധാരാളം അനുഗ്രഹം നൽകും എന്ന രീതിയിൽ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ അവരോട് പറയുകയാണ്, അതായത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഖുറൈശികൾ വിശ്വസിച്ചിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വർത്തമാനം വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തങ്ങൾ ഇതുവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും സമ്പത്തും എല്ലാം നഷ്ടപ്പെടും എന്ന് പറയുന്നൊരു ഭയവും കൂടി അവരുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ വർഷം തന്നെയായിരിക്കും ഉണ്ടാവുക, അത് ധാരാളം ഉണ്ടാവുകയുള്ളൂ, ഒട്ടും കുറയുകയില്ല എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഇവിടെ പരാമർശിക്കുന്നത്. ഈ ആയത്ത് കൊണ്ട് തന്നെ നമുക്കറിയാം, നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധകരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിഷയം ചർച്ച തുടങ്ങുന്നത് തന്നെ.
അടുത്ത ആയത്ത് നോക്കുക, ലിനഫ്തിനഹും ഫീഹി വമൻ യുറിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുഖുഹു അദാബൻ സഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇത് ആ അനുഗ്രഹത്തിൽ അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ലിനഫ്തിനഹും ഫീഹി, അതിൽ അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. വമൻ യുറിദ് അൻ റബ്ബിഹി അൻ ദിക്രി റബ്ബിഹി, തൻ്റെ നാഥൻ്റെ സ്മരണയെ അവഗണിക്കുന്നവൻ യസ്ലുഖു അദാബൻ സഅദ, അവൻ കൊടും പീഡനത്തിൽ കയറുന്നതാണ്, കൊടും പീഡനത്തിൽ അകപ്പെടുന്നതാണ് എന്ന രീതിയിലാണ് ഈ ആയത്തിൻ്റെ ഒരു അർത്ഥം. ഈ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് സാദ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു ടു ഇൻക്രീസ്, അതായത് അധികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാദ എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് അദാബൻ സാദ എന്ന് പറയുമ്പോൾ അത് വളരെ തീക്ഷ്ണമായ ശിക്ഷയെയാണ് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷയായിരിക്കും. അള്ളാഹുവിൻ്റെ വാക്കുകളെ, കൽപ്പനകളെ, ആജ്ഞകളെ ധിക്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഗണിക്കുകയും ചെയ്യുന്നവർക്കുള്ള പരിണതി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഒരിക്കലും നിലയ്ക്കാത്ത, അധികരിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. അൻ ദിക്രി റബ്ബി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഈ ദിവ്യബോധനമാവാം, അതായത് ഖുർആനാവാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് തന്നെയുള്ള ആ ദിക്റിൽ നിന്ന് പോലും അവഗണിച്ച് മുഖം തിരിച്ച് പോകുന്നവരെ, നിഷേധിച്ച് പോകുന്നവരിൽ നിന്ന് ആ ഒരു സ്മരണയും കൂടി ഈ അർത്ഥത്തിൽ പെടാം. അടുത്ത ആയത്ത് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പള്ളികൾ അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നു, മസ്ജിദുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതിനാൽ അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുക. ഇതൊരു കൽപ്പനയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ മസ്ജിദുകൾ എന്ന് പറയുന്നത്? സ്വാഭാവികമായും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല കാലഘട്ടങ്ങളിൽ മസ്ജിദായിട്ട് കഅബ മാത്രമേ ഉള്ളൂ, അവരുടെ മുന്നിലുള്ള കഅബ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിനെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആരാധനാലയങ്ങൾ പൊതുവേ, ഇത് സാധാരണ നമുക്കിത് കാണാൻ കഴിയുന്നത്, പൊതുവേ എല്ലാ മുഫസ്സിറുകളും ഇതിനെല്ലാത്തിനും ഒരു ആരാധനാലയങ്ങൾ എന്ന രീതിയിലാണ് മുഫസ്സിറുകളെല്ലാം പൊതുവേ കാണുന്നത്. ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റേതാകുന്നു, അതുകൊണ്ട് കാരണം എല്ലാം ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരിക്കാനുള്ള സ്ഥലമാണ് എന്ന രീതിയിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഈ ആയത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമി മുഴുവനും അള്ളാഹുവിനുള്ളതാവുന്നു, ആരാധനാലയമാവുന്നു, അതുകൊണ്ട് ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു വിവക്ഷ ഇമാം ഹസനുൽ ബസ്രിയുടേതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ മറ്റൊരു അഭിപ്രായം നമുക്ക് കാണാം. അതായത് മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൈ, മുട്ട്, നെറ്റി, ഈ പാദാഗ്രം എന്നിവയെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് എന്താവാൻ പാടില്ല, ഇതൊക്കെ സുജൂദ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് അത് അള്ളാഹു സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നൊരർത്ഥത്തിലും ഇത് സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിവക്ഷ കൊടുക്കുന്നതായി നമുക്ക് കാണാം. തഫീമുൽ ഖുർആൻ മൗലാന മൗദൂദി ഇത് വിശദീകരിക്കുന്നുണ്ട്. തദബ്ബുറിൽ അമീൻ ഹസൻ ഇസ്ലാഹി കൊടുക്കുന്ന മറ്റൊരു അർത്ഥം, ഇത് ബൈത്തുൽ അതായത് കഅബയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വർത്തമാനമാണ്. ഇത് പ്ലൂറലായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ മസ്ജിദുകളും എല്ലാ ആരാധനാലയങ്ങളുടെയും ഒരു സെൻറ്റർ എന്ന രീതിയിൽ കഅബയാണ് എന്നത് ഒരർത്ഥമാവാം. അതല്ല, അദ്ദേഹം മറ്റൊരർത്ഥം കൂടി മുന്നോട്ട് വെക്കുന്നത് എല്ലാ ഒരു ജനറൽ രീതിയിൽ പൊതുവായി തന്നെ എല്ലാ മസ്ജിദുകളെയും ഇത് ഉദ്ദേശിക്കുന്നുണ്ടാവാം എന്ന രീതിയിൽ രണ്ടർത്ഥവും അദ്ദേഹം ഈ ആയത്തിന് മുന്നിൽ. എന്തു തന്നെയാണെങ്കിലും മസ്ജിദിയെ ഇത് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ച ആരാധനാലയങ്ങൾ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് വേറെ ആരെയും അതിൽ പ്രാർത്ഥിക്കാൻ, അതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇമാം തൊബരി ഇതിൽ യഹൂദരെയും അതുപോലെ ക്രിസ്ത്യൻസിനെയും
അവരുടെ സിനഗോഗുകളിലും ചർച്ചുകളിലും ഷിർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ പരാമർശിക്കുന്നുണ്ട്. കാരണം അതും അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ച ആ ആരാധനാലയങ്ങൾ സ്വാഭാവികമായും പിന്നീട് ഷിർക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതും കൂടി ഒരു ചർച്ചയിൽ ഇമാം തൊബരി അദ്ദേഹത്തിൻ്റെ തഫ്സീർ തൊബരിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഈ ആരാധനാലയങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനും അവന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനുമുള്ള ഇടങ്ങളാണ്. അതിലാരും ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് ഹറാമാണ്, മസ്ജിദുൽ ഹറാം എന്ന രീതിയിൽ കഅബയാണ് ഉദ്ദേശിക്കുന്നതിനുള്ളൊരു പരാമർശം അടുത്ത ആയത്തിൽ നമുക്ക് കാണാം. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹുവിൻ്റെ ദാസൻ അവനോട് പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ ജനം അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീഴാൻ ഒരുമ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് യകൂനൂന അലൈഹി ലിബദ, ലിബദത്ത് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് ലിബദ. അതായത് ഒരുപാട് മൾട്ടി ലെയറുള്ള, ഒരുപാട് ഭാഗങ്ങളുള്ള, ഒരുപാട് ഇൻ്റർവീൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് അട്ടിയായി കിടക്കുന്ന എന്നൊരു അർത്ഥത്തിലാണ് ഇതുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും അട്ടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചാടി വീഴാൻ ഉരുമ്പെട്ടിരിക്കുന്ന കാതു എന്ന് പറയുമ്പം വീഴാറായി എന്നുള്ളൊരു അർത്ഥമാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അബൂജഹലിനെ പോലുള്ള ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു വലിക്കുക, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ശരീരത്ത് കൊണ്ടിടുക എന്നുള്ള സാഹചര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും കൂടെ ഇതെല്ലാം കൂടെ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉപദ്രവിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മേലേക്ക് ചാടി വീഴാനായിട്ട് ആൾക്കാർ ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടി മുമ്പിലുണ്ട്. സ്വാഭാവികമായും ഈ ആയത്തും മുകളിലുള്ള ആയത്തും വെച്ച് നോക്കുമ്പോൾ ഇത് കഅബയെ കേന്ദ്രീകരിക്കുന്നു, ചർച്ച കേന്ദ്രീകരിക്കുന്നു എന്ന് നമുക്ക് ആയത്തിൽ നിന്ന് ഒരു സൂചന ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുക പ്രവാചകരെ, താങ്കൾ ഞാൻ എൻ്റെ റബ്ബിനോടും മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും എൻ്റെ റബ്ബിനോട്, ഇന്നമാ അദൂ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രികു ബിഹി അഹദ, വേറെ ആരെയും അതിൽ ഞാൻ പങ്കാളിയാക്കുകയില്ല എന്ന് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. അതായത് നബി അത് കൽപ്പിക്കുക എന്ന് വെച്ചാൽ അവിടെ ഒരു തരം ഉണർത്തലും കൂടിയാണ്. നബി അങ്ങനെ ചെയ്യില്ല, പക്ഷെ അത് അവരുടെ മുന്നിൽ ഒന്നും കൂടി ഉറക്കെ പ്രഖ്യാപിക്കുക, ഇതെൻ്റെ പോളിസി, ഇതെൻ്റെ നയമാണ്, ഇതെൻ്റെ വിശ്വാസമാണ് എന്ന് ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ, ആദർശ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിൽ തടയിടാൻ വരുന്ന പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ വരുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി ഈമാൻ എന്നത് ഉറച്ച് പ്രഖ്യാപിക്കേണ്ട, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ആരെയും പങ്കു ചേർക്കുകയില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധിപ്പിച്ച് കൊടുക്കുകയാണ് ഈ ആയത്തിൽ കൂടി ചെയ്യുന്നത്. എന്നിട്ട് തൊട്ട് ശേഷമുള്ള ആയത്തിൽ നോക്കുക, ഖുൽ, അവരോട് പ്രവാചകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുക, ഇന്നീല അംലികു ലക്കും ദർറൻ വലാ റഷദ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഖുൽ ഇന്നീല അംലികു ലക്കും ദർറൻ വലാ റഷദ. അവരോട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് നാം ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും ഗുണമോ ദോഷമോ വരുത്താൻ എനിക്ക് കഴിയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അവരോട് പറഞ്ഞു കൊടുക്കുക, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു അടിമ മാത്രമാണ്, അവൻ പറയുന്നത് കേൾക്കുക എന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതിനുശേഷം ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്, എന്നെ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആർക്കുമാവില്ല, അവനല്ലാതെ മറ്റൊരു അഭയസ്ഥാനവും ഞാൻ കാണുന്നില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അതിനുശേഷം എന്താണ് നബിക്ക് കഴിയുന്നത് എന്ന് പറയുന്ന അടുത്ത ആയത്തിൽ നമുക്ക് കാണാം, ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തിഹി, അള്ളാഹുവിൻ്റെ വിധികളും സന്ദേശങ്ങളും എത്തിച്ചു തരിക എന്നതല്ലാതെ മറ്റൊരു ദൗത്യം എനിക്കില്ല. മുകളിലുള്ള ആയത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തിനെ പറയുന്നത്. ഇതാണ് എൻ്റെ ദൗത്യം, അതായത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ
ദൗത്യം അള്ളാഹു പറഞ്ഞത് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് എൻ്റെ കർത്തവ്യം. വ ഇന്ന ലഹു നാറ ജഹന്നമ, എന്നിട്ട് പറയുന്നത് വമൻ യാസില്ലാഹ വ റസൂലഹു ഫ ഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹ അബദ. ഇനി അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അംഗീകരിക്കുന്നവരാകട്ടെ അവനുള്ളത് നരകാഗ്നിയാകുന്നു, അത്തരക്കാർ അതിൽ നിത്യവാസികളായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഈ ആയത്തുകൾ തമ്മിൽ, ഇത് മക്കക്കാരോട് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു തരത്തിലുള്ള അദൃശ്യജ്ഞാനവുമില്ല, അത് അള്ളാഹു കൊടുക്കുന്നത് മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടി നേരത്തെ ജിന്നുകൾ പറഞ്ഞ ആ വർത്തമാനത്തെ അതിനോട് ചേർത്തിട്ടാണല്ലോ ഈ വിഷയം വരുന്നത്. ജിന്നുകൾ അവരുടെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ജിന്നുകൾക്ക് അദൃശ്യജ്ഞാനം ലഭിക്കുമെന്നുള്ളത്. ആ ഒരു തെറ്റിദ്ധാരണയെ അള്ളാഹു ആദ്യം ജിന്നുകളുടെ സംഭാഷണം പറഞ്ഞുകൊണ്ട് തിരുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ടും പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള അദൃശ്യജ്ഞാനമില്ല, ആകെയുള്ളത് അള്ളാഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന അദൃശ്യജ്ഞാനം, ആ വിവരം മാത്രമേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർത്തവ്യം എന്നത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമാണ്. എന്തെങ്കിലും വന്നാൽ അള്ളാഹുവിൽ നിന്ന് പോലും എന്നെ രക്ഷിക്കാനും പോലും ആരുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു ഈ പറയുന്ന ഇവർക്ക് മുന്നിൽ ബോധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹു ചെയ്യുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.